അങ്ങനെ 2025 നമ്മളെ വിട്ട് കടന്നുപോയി. 2026 നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. ഇപ്പോൾ വർഷങ്ങളും കാലങ്ങളും ഒന്നും നമ്മൾ ആചരിക്കുന്നവരല്ല. എന്നാൽ ആരാണ് ഈ വർഷവും ദിവസവും ഒക്കെ സൃഷ്ടിച്ചത്? ദൈവം തന്നെയാണ്, അല്ലേ? ഈ 365 ദിവസം ഒരു വർഷം എന്ന് പറയുന്നത് ദൈവമാണ് ആ കാലങ്ങളെയൊക്കെ നിയമിച്ചത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ വർഷത്തിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ഈ സമയത്ത് സംസാരിച്ച ഒരു വചനം ഇതായിരുന്നു: ദൈവം സകലവും അതതിൻ്റെ സമയത്ത് ഏറ്റവും ഭംഗിയായിട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വചനമായിരുന്നു നമ്മൾ ആ സമയത്ത് സംസാരിച്ചത്. തിരിഞ്ഞു നോക്കുമ്പോൾ എനിക്കൊരു കാര്യം പറയാനായിട്ട് പറ്റും: ദൈവം എല്ലാം ഏറ്റവും ബെസ്റ്റായിട്ടാണ് ചെയ്തത്. കർത്താവിൻ്റെ സമയത്തിന് ഒരു മാറ്റവുമില്ല. എന്നാൽ നമ്മളെ ദൈവം നടത്തിക്കൊണ്ടു പോകുന്ന വഴികളെക്കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ഈ 2026 നമ്മളോട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധയോടെ കേൾക്കുകയും അതനുസരിക്കുകയും അത് നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ഫലമായി തീരാനായിട്ട് ദൈവമേ ഇടവരുത്തണമേ എന്നുള്ളൊരു പ്രാർത്ഥനയോട് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, പുതിയ വർഷത്തിലും പല കാര്യങ്ങൾ ഞങ്ങൾ അഭിമുഖീകരിക്കേണ്ടതായിരിക്കുന്നു. എന്നാൽ അതിൻ്റെയൊക്കെ നടുവിൽ ഞങ്ങൾ തനിച്ചല്ല. സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരമുള്ള യേശു ക്രിസ്തു പരിശുദ്ധാത്മാവ് സ്വർഗീയ പിതാവ് ഞങ്ങളുടെ കൂടെ ഉണ്ടെന്നുള്ള ആ ഉറച്ച വിശ്വാസത്തില് ഈ 2026 ക്രിസ്തുയേശു ദൈവോത്സവമായിട്ട് ഞങ്ങളെ നടത്തുന്ന ദൈവത്തിന്റെ കൂടെ നടപ്പാൻ ഞങ്ങളെ സഭയായിട്ട് അങ്ങ് അനുഗ്രഹിക്കണം. ഒന്നിച്ച് ഞങ്ങളെ പണിയണം. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിറയ്ക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രാരംഭമായിട്ട് ഞാൻ ഒരു ദൈവത്തിന്റെ വചനം വായിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് പുറപ്പാട് പുസ്തകം 33 അധ്യായത്തിൽ 23 അധ്യായത്തിൽ അതിന്റെ 20 മുതൽ ഉള്ള വാക്യങ്ങൾ വായിക്കും. ഇതാ, വഴിയിൽ നിന്നെ കാക്കേണ്ടതിനും ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിനും ഞാൻ ഒരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനിലുണ്ട്. എന്നാൽ നീ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ട് ഞാൻ കൽപ്പിക്കുന്നതൊക്കെയും ചെയ്താൽ നിന്നെ പകയ്ക്കുന്നവരെ ഞാൻ പകയ്ക്കും, നിന്നെ ഞെരുക്കുന്നവരെ ഞാൻ ഞെരുക്കും. എൻ്റെ ദൂതൻ നിനക്ക് മുമ്പായി നടന്ന് നിന്നെ അമോര്യർ, ഹിത്യർ, പെരിസ്യർ, കനാന്യർ, ഹിവിയർ, എബൂസ്യർ എന്നിവരുടെ ദേശത്തേക്ക് കൊണ്ടുപോകും. ഞാൻ അവരെ നിർമൂലമാക്കും. അവരുടെ ദേവന്മാരെ നമസ്കരിക്കരുത്, അവയെ സേവിക്കരുത്. അവരുടെ പ്രവൃത്തികൾ പോലെ പ്രവർത്തിക്കരുത്. അവരെ അശേഷം നശിപ്പിച്ച് അവരുടെ വിഗ്രഹങ്ങളെ തകർത്ത് കളയണം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവിൻ. എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും. ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്നും അകറ്റിക്കളയും. ഗർഭമലസുന്നവളും മച്ചിയും നിന്റെ ദേശത്തുണ്ടാകുകയില്ല. നിന്റെ ആയുഷ്കാലം ഞാൻ പൂർത്തിയാക്കും. നമുക്ക് ഈ സാഹചര്യങ്ങളൊക്കെ അറിയാം. അടിമത്തത്തിൽ നിന്നും പല ബാധകളുടെ ശേഷം ഈ ഇസ്രായേൽ ജനത്തെ മിസ്രയത്തിൽ നിന്നും ദൈവം വിടുവിക്കുമ്പോൾ അവരോട് പറയുന്നൊരു കാര്യമാണ് ഈ 2026 ദൈവം നമ്മോടും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. വഴിയിൽ നിന്നെ കാക്കേണ്ടതിന് ഞാൻ നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് നിന്നെ കൊണ്ടുപോകേണ്ടതിന് ഞാനൊരു ദൂതനെ നിന്റെ മുമ്പിൽ അയക്കുന്നു. നീ അവനെ ശ്രദ്ധിച്ച് അവന്റെ വാക്ക് കേൾക്കണം. അവനോട് വിഘടിക്കരുത്. അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല. എൻ്റെ നാമം അവനുണ്ട്. ദൈവമക്കളെ, പഴയ നിയമത്തില് ഇസ്രായേൽ മക്കൾക്ക് ദൈവം കൊടുത്തുകൊണ്ടിരുന്ന ആ ഒരു കൽപ്പന വളരെ ശ്രദ്ധിച്ച് കേൾക്കാം. ദൈവത്തിന്റെ ഓരോ പ്രവൃത്തി നമ്മൾ നോക്കുമ്പോഴും ദൈവം അവിടെ ഓരോ കണ്ടീഷൻ വെക്കുന്നുണ്ട്. ആദാമിനെ ഹവ്വയും സൃഷ്ടിച്ചപ്പോൾ പറയുന്നുണ്ട്, തോട്ടത്തിലെ സകല ഫലവൃക്ഷങ്ങളിലെ ഫലം നിങ്ങൾക്ക് കഴിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിലെ. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, നിന്നെ ഞാൻ
നിയമിച്ചിരിക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകാനായിട്ടൊരു ദൂതനെ നിന്റെ കൂടെ അയക്കുക. നമുക്കറിയാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. പുതിയ നിയമ ക്രിസ്ത്യാനികളായിരിക്കുന്ന, വിശ്വാസികളായിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇതുപോലെ നമ്മളെ മുമ്പോട്ട് നടത്തുന്നുണ്ട്. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, ദൂതനായി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്താണ്? അവനെ ശ്രദ്ധിച്ച് കേൾക്കുകയും അവനോട് വിഘടിക്കാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ അതിനുശേഷം പറയുന്നൊരു കാര്യമുണ്ട്, അവൻ നിങ്ങളുടെ അതിക്രമങ്ങളെ ക്ഷമിക്കുകയില്ല, എൻ്റെ നാമം അവനിലുണ്ട്. ഈ പഴയ നിയമ വിശ്വാസികളായിട്ടുള്ള ഇസ്രയേൽ, അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ച ഇസ്രയേൽ മക്കൾക്ക് കൊടുത്തിരുന്ന ദൈവത്തിന്റെ വചനമാണിത്. എന്നാൽ അവരതിനെ എങ്ങനെയാണ് എടുത്തത്? നമുക്കറിയാം, അവരുടെ ജീവിതത്തിൽ 5 ലക്ഷത്തിൽ ജനങ്ങൾ അവിടുന്ന് ഇറങ്ങിയിട്ട് 2 പേരാണ് കനാൻ ദേശത്ത് പ്രവേശിച്ചത്. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ നമ്മുടെ അവസ്ഥ എന്താണ്? അതിൻ്റെ ആ പുതിയ നിയമ വിശ്വാസിയിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ ഭാഗത്തിന്റെ അവസാന 25-ാമത്തെ വാക്യം കൂടെ വായിച്ചിട്ട് നമുക്ക് മുമ്പോട്ട് പോകാം. നിങ്ങളുടെ ദൈവമായ യഹോവയെ തന്നെ സേവിക്കുവിൻ, എന്നാൽ അവൻ നിന്റെ അപ്പത്തെയും വെള്ളത്തെയും അനുഗ്രഹിക്കും, ഞാൻ രോഗങ്ങളെ നിന്റെ നടുവിൽ നിന്ന് അകറ്റിക്കളയും. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹമുള്ളൊരു കാര്യമാണ് ഒരു പ്രശ്നങ്ങളില്ലാത്ത, രോഗമില്ലാത്ത, ബുദ്ധിമുട്ടുകളില്ലാത്ത, ഇവിടെ പറഞ്ഞിരിക്കുന്നതായിട്ടുള്ള ഈ ഗർഭമലസുന്നതും വച്ചിയുമായിട്ടുള്ള ആ അവസ്ഥയിൽ നിന്നും നമ്മുടെ ആയുഷ്കാലം കറക്റ്റ് ആയിട്ട് പൂർത്തിയായി തീരാനായിട്ട് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എന്നാൽ അവിടെ ആദ്യം പറഞ്ഞൊരു കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതാണ്. ദൈവത്തിന്റെ ദൂതനോട് വിഘടിക്കരുത്. ഈ ഒരു കൽപ്പന കേട്ട് കുറച്ചു കഴിയുമ്പോൾ നമുക്കറിയാം, ഇവർ മുമ്പോട്ട് പോകുമ്പോഴത്തേക്കിന് 33-ാമത്തെ അധ്യായത്തിൽ വരുമ്പോഴത്തേക്കിന് മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. അവിടെ ദൂതന്റെ കാര്യമല്ല പറയുന്നത്. അതിന് 14-ാം വാക്യം, 33-ന്റെ 14 പറയുന്ന ആ ഭാഗം നമുക്കൊന്ന് വായിക്കാം. അതിന് അവൻ, എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകുമെന്ന് അരുളി ചെയ്തു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ഈ 2026 നമ്മൾ ദൈവത്തിന്റെ കൂടെയാണോ നടക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരേ ഒരു ലക്ഷണമാണ് ഈ പറഞ്ഞത്. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാ കാര്യത്തിലും സ്വസ്ഥത ഉണ്ടായിരിക്കും. ഇവിടെ റോമാലേഖനത്തിലെ 8-ാം അധ്യായം 31-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ടല്ലോ, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാണ്. ആരംഭത്തില് മുൻപ് പറഞ്ഞ കാര്യം നമ്മൾ മറന്നു പോകരുത്. ദൈവം സർവശക്തനായ ദൈവമാണ്. അവൻ നമ്മളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നത് തൻ്റെ സ്വന്തം രക്തം കൊണ്ടാണ്. അവൻ വീണ്ടും പുതിയ നിയമ വിശ്വാസിയോട് പറയുന്നുണ്ട്, ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയുമില്ല, ഉപേക്ഷിക്കുകയുമില്ല. എന്നാൽ നമ്മള് പ്രാരംഭത്തിൽ വായിച്ച അവന്റെ പരിശുദ്ധാത്മാവിനോട് വിഘടിക്കാതെ, പരിശുദ്ധാത്മാവിന്റെ നേരിയ ശബ്ദം പോലും അനുസരിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത ഉണ്ടായിരിക്കും. അവിടെ മോശ അതിനുശേഷം നിർബന്ധിക്കുന്ന ഒരു കാര്യമുണ്ട്, അവനവനോട്, തിരുസാന്നിധ്യം എന്നോടുകൂടെ പോരുന്നില്ല എങ്കിൽ ഞങ്ങളെ ഇവിടെ നിന്നും പുറപ്പെടുവിക്കരുതേ. ദൈവമക്കളെ, 2025 2026 ദൈവം നമ്മളെ നടത്തുന്നു. അവൻ കാണിപ്പാനിരിക്കുന്ന ഇടത്തേക്ക് നമ്മളെ ഓരോരുത്തരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമയത്ത് നമുക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് സാധിക്കും, ഞാൻ നടക്കുന്നത് എൻ്റെ ദൈവത്തിൻ്റെ കൂടാണ്. കാരണം എൻ്റെ ജീവിതം മുഴുവനായിട്ട് ഞാൻ കർത്താവിന് സമർപ്പിക്കുകയും, ആരോ ഒരു സഹോദരിയാണോ സാക്ഷി പറഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം, ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചുകൊണ്ട്
ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിൽപ്പാനായിട്ട് ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മൾ. ദൈവമക്കളെ, നമ്മുടെ സമാധാനത്തിന് ഒരിക്കലും ഭംഗം സംഭവിക്കില്ല. നമ്മൾ ഈ 2026 അനുഭവിക്കാൻ പോകുന്ന ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ 25-നേക്കാട്ടിലും കൂടുതലായിരിക്കും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം നമ്മുടെ ഒരു വർഷം കൂടെ നമ്മൾ മുമ്പോട്ട് പോയിരിക്കുന്നു. കർത്താവിന്റെ വരവ് അത്രത്തോളം അടുത്തിരിക്കുന്നു. കാലം നമുക്ക് ബുദ്ധിമുട്ടും പ്രയാസവും എല്ലാം ഉണ്ട്. കാരണം ദൈവത്തിന്റെ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എന്നാൽ ദൈവത്തിന്റെ വചനത്തിൽ അത് അതുകൂടെ നമ്മൾ പ്രാരംഭത്തിൽ കേട്ടതുപോലെ ദൈവത്തോട് പറ്റി നിൽക്കുകയും ദൈവത്തെ മാത്രം ആരാധിക്കുകയും ചെയ്യുന്നവനെ അവന്റെ ജീവിതം പരിപൂർണമായി തീർക്കുവാനായിട്ട് ദൈവം ശക്തനാണെന്നുള്ള കാര്യം നാം മറന്നു പോവുകയും ചെയ്യരുത്. നമ്മുടെ ജീവിതത്തിലെ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ നമ്മളെ എതിരിടുന്നതായിട്ടുള്ള കാര്യങ്ങളോ ഒന്നും നമ്മുടെ മുമ്പോട്ടുള്ള ഗമനത്തെ തടസ്സപ്പെടുത്തുവാനായിട്ട് നമ്മളായിട്ട് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക. കാരണം ദൈവത്തിന്റെ സാന്നിധ്യത്തിലായിരിക്കുന്ന ഒരു ദൈവവൈതലിനോട് എപ്പോഴും ഹൃദയത്തിൽ നമുക്ക് ധൈര്യപൂർവ്വം പറയാനായിട്ട് സാധിക്കും, ദൈവമേ, അങ്ങ് പറഞ്ഞിട്ടുണ്ട് ഞാൻ എനിക്ക് സ്വസ്ഥത നൽകുമെന്നുണ്ട്. എൻ്റെ സാന്നിധ്യം നിന്നോടുകൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. ഈ രണ്ട് കാര്യങ്ങൾ ഈ 2026 നമ്മുടെ ജന്മാവകാശമായിട്ട്, നമ്മുടെ ആ റൈറ്റായിട്ട് നമ്മൾ ദൈവത്തോട് ചേർന്ന് നിന്ന് മുമ്പോട്ട് പോയി സാധ്യമാക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചുറ്റുപാടും പല കാര്യങ്ങളും സംഭവിക്കും, എന്നാൽ ദിസ് ഈസ് ദ പ്രോമിസ് ഓഫ് ഗാഡ്. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകും. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ഭവനത്തില് അതുപോലെ തന്നെ ഞാൻ ഒരു കാര്യം കൂടെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഈ 2024-ലും 2025-ലും ഒക്കെയും ദൈവത്തിൽ നിന്നും അനുഭവിച്ച നന്മകൾക്ക്, ബുദ്ധിമുട്ട് പ്രയാസമൊക്കെ അവിടെ നിൽക്കട്ടെ, നമ്മൾ അനുഭവിച്ച നന്മകൾക്ക് നമ്മൾ എത്രത്തോളം ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടുണ്ട്. പകരം പറഞ്ഞ് നമ്മുടെ പ്രാർത്ഥനയ്ക്കെല്ലാം ദൈവം മറുപടി തന്നത്. പക്ഷെ ആ തന്ന മറുപടി എൻ്റെ ജീവിതത്തിനോട് ബന്ധപ്പെട്ടുള്ളതാണെങ്കിൽ ഞാൻ എത്രത്തോളം നന്ദിയുള്ളവരാണ്. 10 കുഷ്ഠരോഗികൾ സൗഖ്യമായപ്പോൾ കർത്താവ് പറയുന്നുണ്ട്, ശമര്യക്കാരൻ മാത്രമേ മടങ്ങി വന്ന് നന്ദി പറഞ്ഞു. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവത്തിന് കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റാതിരിക്കുന്നതിന്റെ കാര്യം ഭൗതികമായിട്ടുള്ള കാര്യമല്ലേ ഞാൻ ഈ പറഞ്ഞ, ആത്മീയമായിട്ടുള്ള കാര്യം മാത്രമാണ് ഞാൻ ഇവിടെ പ്രതിപാദിക്കുന്നത്. ദൈവം നമ്മളെ ആത്മീയമായിട്ടൊരു കാര്യത്തിൽ അനുഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ദൈവത്തോട് നന്ദി പറയുന്നതിൽ വിമുഖത കാട്ടുന്നവരാണെന്നുണ്ടെങ്കിൽ ദൈവത്തിന് തുടർന്ന് നമ്മളെ അനുഗ്രഹിക്കാൻ പറ്റുകയില്ല. ഭൗതികമായിട്ട് ദൈവം നമ്മളെ അനുഗ്രഹിച്ചെന്നിരിക്കാം, പക്ഷേ ആത്മീയമായിട്ട് ഞാൻ കഴിഞ്ഞ വർഷത്തിൽ നിന്നും 23-ലും 24-ലും 25-ഉം കടന്നു പോയിട്ട് കർത്താവെ, എൻ്റെ ആത്മീയ വളർച്ച എത്രത്തോളം ആയിട്ടുണ്ടെന്ന് ഞാനൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് പ്രശ്നം? ഇത് മാത്രമാണ്. നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ നന്ദിയോടെ, ദൈവത്തോടും മനുഷ്യരോടും, ഇത് രണ്ടും ആവശ്യമാകട്ടെ, ദൈവത്തോടും മനുഷ്യരോടും നമ്മൾ നന്ദിയുള്ളവരാണെങ്കിൽ ദൈവത്തിന് കൂടുതൽ കൂടുതൽ നമ്മളെ അനുഗ്രഹിക്കാനായിട്ട് സാധിക്കും. അത് നമ്മുടെ ജീവിതത്തിൽ വളരെ വളരെ ആവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം, ഇന്നലെയാണ് തോന്നുന്നു, ഒരു സഹോദരിയുമായിട്ട് സംസാരിച്ചു. പ്രായമുള്ളൊരു സഹോദരി, 70 വയസ്സുണ്ട്. ആ സഹോദരി എന്നോട് പറഞ്ഞു, എനിക്ക് പലപ്പോഴും ദൈവത്തോട് പരാതിയുണ്ട്, അല്ലെങ്കിൽ പലപ്പോഴും ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്തുകൊണ്ടാണ് അസ്വസ്ഥമാകുന്നത്? അപ്പോൾ പുള്ളിക്കാരി പറഞ്ഞൊരു വേർഡ് എനിക്ക് ഭയങ്കര രസമായിട്ട്, പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞത്, ചിന്തിച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്, പക്ഷെ ചിന്തിച്ചില്ലാൽ ഒരു കുന്തവും ഇല്ല. ഞാൻ പറഞ്ഞു, പിന്നെ അങ്ങ് ചിന്തിക്കാതിരുന്നുകൂടെ? പുള്ളിക്കാരന് ചിന്തിക്കാതിരിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ ചിന്തിക്കാതിരിക്കാൻ പറ്റുന്നില്ല. ഞാൻ പറഞ്ഞു, ചിന്തിച്ചു. അപ്പൊ ചിന്തിക്കുമ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറഞ്ഞു, എനിക്കും ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത കാര്യം ഇങ്ങനെയായിരുന്നു. ചിന്തകൾ ഇങ്ങനെ നമ്മളെ അങ്ങോട്ട് ഭരിച്ചു വരുമ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് കർത്താവിനെ അങ്ങ് സ്തുതിക്കാൻ തുടങ്ങും. ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ കർത്താവെ, അപ്പൊ എന്നോട് ചോദിച്ചു, അതെങ്ങനെ? ഞാൻ പറഞ്ഞു, ഇങ്ങനെ അങ്ങ് പറയാം. അപ്പൊ എന്തുവാ പറയാം? ഞാൻ പറഞ്ഞു,
ദൈവമേ, അങ്ങ് പരിശുദ്ധനാണ്. കർത്താവിൽ യേശുക്രിസ്തു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം യേശുക്രിസ്തുവിനാണ്. യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ സാത്താനെ തകർത്തവനാണ്. സാത്താനെ, നിനക്ക് എൻ്റെ പേരിൽ അവകാശവുമില്ല. യു ആർ എ ഡിഫീറ്റഡ് ഫോർ, യു കാൻ ടച്ച് മീ. ഇതൊക്കെ അങ്ങോട്ട് പറയണം. അപ്പോൾ സഹോദരനോട് പറഞ്ഞത്, ഞാൻ നാളെ മുതലൊന്ന് നോക്കട്ടെ, എന്നിട്ട് പറയാം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ദൈവം നമ്മളെക്കുറിച്ച് വിളിച്ചിരിക്കുന്ന, ദൈവം നമുക്ക് സ്വസ്ഥത തന്ന് നമ്മളെ ഒരു സ്ഥാനത്തേക്ക്, ഒരു സ്ഥലത്തേക്ക് ദൈവം കൊണ്ടുപോകാനായിട്ട് ആഗ്രഹിക്കുമ്പോൾ ഈ ചിന്തകളും ഈ വ്യക്തികളും ഈ സാഹചര്യങ്ങളും ഒക്കെ നമ്മളെ പിൻപോട്ട് വലിക്കും. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളൊരു ഉറപ്പാണ്, ഐ ആം എ ചൈൽഡ് ഓഫ് ഗോഡ്. ഞാനൊരു ദൈവ പൈതലാണ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ അവൻ എന്നെ വിലയ്ക്ക് വാങ്ങിയതാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ഡെസ്റ്റിനി ഉണ്ട്. അതിലേക്ക് അവൻ എന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ നിന്ന് എന്നെ പിന്തിരിപ്പിക്കാനായിട്ട് ഈ സാഹചര്യങ്ങൾക്കോ ഈ വ്യക്തികൾക്കോ ഈ തടസ്സത്തിനോ സാധ്യമല്ല എന്നോടും ഏറ്റുപറച്ചിലും മുമ്പോട്ടുള്ള കർത്താവിനോട് ചേർന്നുള്ള നടപ്പും നമ്മളിൽ ഉണ്ടെങ്കിൽ, ദൈവമക്കളെ, 2026 നമുക്ക് ഏറ്റവും ബ്ലെസ്സഡ് ആയിരിക്കും. ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം ഇവിടെ ഞങ്ങൾ കൂടുന്ന ആലുവ സഭയിൽ പറഞ്ഞൊരു കാര്യം, ഈ വർഷത്തെ 2026 നമുക്ക് ഇയർ ഓഫ് താങ്ക്സ് ഗിവിങ് ആൻഡ് പ്രൈസ് ആയിട്ട് ഉപയോഗിക്കാം. ഞാനത് കേട്ടപ്പോൾ വലിയ ഉത്സാഹം തോന്നി. ഈ പറഞ്ഞ കാര്യത്തോട് ബന്ധപ്പെട്ടൊരു കാര്യമാണത്. എന്നുവെച്ചാൽ ദൈവത്തെ സ്തുതിക്കുന്ന ഒരു ജനമാണ് നമ്മളെങ്കിൽ, നമുക്കറിയാമല്ലോ എവിടെയാണ് ഈ സ്വർഗത്തിൽ എന്തുമാണ് എപ്പോഴും നടക്കുന്നത്. സ്വർഗത്തിൽ എല്ലായ്പ്പോഴും സ്തുതിയും സ്തോത്രവും പുകഴ്ചയും ആരാധനയുമാണ് നടക്കുന്നത്. നരകത്തിലോ കരച്ചിലും പല്ലുകടിയും പെറുപെറുപ്പുമാണ്. ഈ 2026 ദൈവം നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സ്വർഗത്തിന്റെ ഒരു ചെറിയ പതിപ്പായിട്ട് ഇവിടുന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്ത് പോവുകയാണെങ്കിൽ, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒരു കൾച്ചറൽ ഷോക്ക് ഉണ്ടാകത്തില്ല. ഇവിടെ എപ്പോഴും പരാതി പറയുകയും മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുകയും എപ്പോഴും നമ്മൾ നല്ല ഈ APJ അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ലതാ. വലിയ കാര്യങ്ങൾ സ്വപ്നം കാണുക. നമ്മൾ സ്വപ്നം കാണേണ്ടത് എന്താണ്? സ്വർഗത്തിൽ ഞാൻ എത്രത്തോളം നിക്ഷേപിച്ചിട്ടുണ്ട്. സ്വർഗത്തിൽ ഞാൻ അവിടെ ചെല്ലുമ്പോൾ എൻ്റെ നിലപാട്, എന്നെ ഏത് നിലയിലായിരിക്കും കർത്താവും ദൂതന്മാരും കൂടെ സ്വീകരിക്കാൻ വരുന്നത്? ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ചിന്തകളെങ്കിൽ, ഈ പറഞ്ഞതുപോലെ ഏത് സാഹചര്യത്തിലും നമ്മോട് കൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും ദൈവത്തിൻ്റെ സ്വസ്ഥതയും നമുക്കുണ്ടായിരിക്കും. അതുപോലെ ഫിലിപ്പ് ലേഖനത്തിൽ ഒരു വാക്കുകൂടെ നമുക്ക് വായിക്കാം. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ ഞാൻ ഓർക്കുന്നുണ്ട്, ഈ ദോഹയിലെ ചർച്ച് തുടങ്ങിയ കാലത്ത് ഈ ഒരു വചനം ഇടയ്ക്കിടയ്ക്ക് സഭയിൽ നമ്മൾക്ക് തന്നുകൊണ്ടിരുന്ന ഒരു വാക്യമാണ്. അതായത് ഈ കഴിഞ്ഞ ദിവസവും ഈ വചനം എൻ്റെ ഹൃദയത്തോടും ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചു. ഫിലിപ്പ് ലേഖനം 4-ാം അധ്യായത്തിന്റെ 8-9 ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊള്ളുവീൻ. എന്നോട് പഠിച്ചും ഗ്രഹിച്ചും കേട്ടും കണ്ടുമുള്ളത് പ്രവർത്തിക്കുകയും, എന്നാൽ സമാധാനത്തിന്റെ ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും. പ്രിയ ദൈവമക്കളെ, ഈ വർഷം നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യം കൂടുതൽ കൂടുതൽ സത്യമായി തീരുകയും പ്രാവർത്തികമായി തീരുവാനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ ചിന്തകൾ, ചിന്തിക്കുന്ന കാര്യങ്ങൾ, ഇവിടെ പറഞ്ഞ നമ്മൾ എന്താണ് ചിന്തിച്ചു കൊള്ളുവാൻ പറഞ്ഞേക്കുന്നത്? നമ്മുടെ ജീവിതത്തിലെ സത്യമായിട്ടുള്ളത്. വേറെ നമ്മുടെ കൂട്ടു സഹോദരന്മാരെ കുറിച്ച്, അല്ലെങ്കിൽ മറ്റു വ്യക്തികൾ, നമ്മുടെ ഓഫീസിൽ ജോലി ചെയ്യുന്നവരെ കുറിച്ച്, നമ്മുടെ അയൽവാസികളെ കുറിച്ച്, നമ്മുടെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ബന്ധുമിത്രാദികളെ കുറിച്ച്, അവിടെയൊക്കെയും നമുക്ക് ചിന്തിക്കേണ്ടത് എന്താണ്? നിർമ്മലമായതും നീതിയായതും സൽകീർത്തിയായതും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. നമ്മുടെ ചിന്താ മണ്ഡലത്തിൽ കൂടി കടന്നു പോകേണ്ടത് ഏറ്റവും നല്ലതായിട്ടുള്ളതും ദൈവത്തിന്റെ സന്നിധിയിൽ വിലയുള്ളതുമായിട്ടുള്ള കാര്യങ്ങളാണെങ്കിൽ, ദൈവമക്കളെ, നമ്മളൂടെ ഉണ്ടായിരിക്കുന്നത് ആരാണ്?
സമാധാനത്തിൻ്റെ ദൈവം നിങ്ങളോടുകൂടെ ഈ 2026 മുഴുവൻ സമയവും ഇരിക്കുവാനായിട്ടിടയാകട്ടെ. അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തില് 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളൂ. എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് നിങ്ങൾക്ക് തരും. അതേ ദൈവമക്കളെ, ദൈവത്തിൻ്റെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും അവൻ്റെ കൽപ്പന അനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ കള്ളനാണെന്നാണ് ഞാൻ പറയുന്നത് എൻ്റെ ലേഖനത്തിൽ. ഇവിടെ എന്തോ പറഞ്ഞത്? സ്നേഹിക്കുന്നുവെങ്കിൽ അവൻ്റെ ലക്ഷണമാണവൻ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. അപ്പോൾ അവനെ സ്നേഹിക്കുകയും അവൻ്റെ കൽപ്പന കാത്തുകൊള്ളുകയും ചെയ്യുമ്പോൾ യേശുക്രിസ്തു ചെയ്യുന്ന ഒരു കാര്യമാണ്. എന്തായിരുന്നു? എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിൻ്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ഇരിപ്പാൻ വേണ്ടിയാണ് യേശുക്രിസ്തു ചോദിച്ച് നൽകിയത്. എന്നാൽ അതിൻ്റെ ലീക്കേജ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഈ ദിവസം ഒന്ന് ശോധന ചെയ്യുകയും വരുന്ന ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ നേരിയ ശബ്ദം പോലും കേൾക്കുമ്പോൾ അതിനെ അനുസരിപ്പാനും അവനോട് പറ്റിയിരിപ്പാനും നമുക്ക് നമ്മളെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചു കൊടുക്കാം. ഞാൻ നിങ്ങളുടെ സമയം അധികം കളയുന്നില്ല. പലർക്കും ക്ഷീണമുണ്ട്, ഉറക്കമുണ്ട്. അതുകൊണ്ട് ഈ കേട്ട വചനങ്ങൾ എല്ലാം ഒരിക്കൽ കൂടി ഒന്ന് ഹൃദയത്തിൽ കൂടി ചിന്തിക്കുക. ദൈവം നമ്മളെ എത്തേണ്ടുന്നിടത്തേക്ക് വിടുമ്പോൾ അവൻ നമുക്ക് അനാഥരായിട്ടല്ല അവൻ നമ്മൾ വിടുന്നത്. ദൈവത്തിൻ്റെ ദൂതനെ അയച്ചു. അവനോട് വിഘടിച്ച ഇസ്രായേൽ മക്കൾക്ക് ദൈവം തന്നെ കൂട്ടാളിയായിട്ട് കൂടെ പോവുകയും മുന്നോട്ട് നടത്തുകയും ചെയ്തെന്നാൽ ഇന്ന് ദൈവത്തിനെ സ്നേഹിക്കുന്നവനെ, അവൻ്റെ കൽപ്പന അനുസരിക്കുന്ന ഒരു വിശ്വാസിയുടെ കൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നേക്കും ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. എന്നാൽ ദൈവം തൻ്റെ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നുണ്ട്. എന്നാൽ ഇൻ ബിറ്റ്വീൻ എനിക്ക് ദൈവത്തെ വിട്ട് ഓടിപ്പോകാനുള്ള എല്ലാ സാധ്യതയുണ്ടെന്നുള്ള കാര്യം മറന്നു പോകരുത്. ദൈവം എന്നേക്കും എന്നോടുകൂടി ഇരിക്കാൻ തൽപരനാണ്. പക്ഷേ ഞാൻ ദൈവത്തെ വിട്ട് ഓടിപ്പോവുകയാണെങ്കിലോ? ദൈവമക്കളെ, അതിനാണ് നമുക്ക് പരസ്പരം ഓർത്ത് പ്രാർത്ഥിക്കുകയും പരസ്പരം കൂട്ടായ്മയുടെ ബന്ധം ഇതാണ്. നമ്മൾ എവിടെയായിരുന്നാലും, ഇപ്പോൾ സിസ്റ്റർ പറഞ്ഞ പോലെ UK-യിലായാലും ആലുവയിലായാലും ദോഹയിലായാലും കാനഡയിലായാലും എവിടെയായിരുന്നാലും ദൈവത്തിൻ്റെ ജനത്തിന് കൂട്ടായ്മയ്ക്കായിട്ട് എല്ലാ ടെക്നോളജിയും അവൈലബിൾ ആണെന്നുള്ള കാര്യം മറക്കണ്ട. അതുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് ഈ വരുന്ന വർഷം ഏറ്റവും ഫലമുള്ളവരായിട്ട് താവറുള്ളൂ. ഞാൻ നിങ്ങളെ നിലനിൽക്കുന്ന ഫലം കായ്ക്കേണ്ടതിനാക്കി വെച്ചിരിക്കുന്നത്. നമുക്ക് നമ്മളെ തന്നെ ആ ഒരു നിലവാരത്തിൽ നിൽപ്പാനായിട്ട് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഈ 2026 ഞാൻ കടന്നു പോകുന്ന ഏത് സാഹചര്യത്തിലും അങ്ങേക്കായിട്ട് ഫലം കായ്ക്കുന്നതും നിലനിൽക്കുന്ന ഫലം കായ്ക്കുന്നവനുമായി തീരാൻ എന്നെ അനുഗ്രഹിക്കണമേ, എന്നെ സഹായിക്കണമേ. എൻ്റെ കുടുംബമായിട്ട് ഞങ്ങളെ അനുഗ്രഹിക്കണം, ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിക്കണം, ഞങ്ങളുടെ യൗവനക്കാരെ സഹായിക്കണം. ദൈവസഭയിൽ കടന്നു വരുന്ന ഓരോ വ്യക്തികളും ആ സമാധാനത്തിൽ, ദൈവത്തിൻ്റെ സമാധാനത്തിൽ വളരുവാൻ, സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും നന്ദിയുടെയും ഒരു ഹൃദയമുള്ളവരായിരിക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. I wish you a very, very and blessed happy new year. Amen. God bless you.